മലയാളിയുടെ ഭക്ഷണശീലവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കഥകളും പാട്ടുകളുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ജാതി വ്യവസ്ഥ നിലനിന്ന കാലഘട്ടത്തിൽ ഭക്ഷണ രീതികളെ പോലും ആ ജാതീയമായ അടിസ്ഥാനത്തിൽ നിലനിർത്തിക്കൊണ്ടു പോരുവാൻ ഇവിടെ സവർണ സമൂഹങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഇത്തരം നാടോടി പാട്ടുകൾ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ. പാടത്ത് പണിയെടുക്കുന്ന സാധാരണക്കാരും കർഷക തൊഴിലാളികളും അധസ്ഥിതരും, എന്നാൽ അതിൻ്റെ ഫലം അവർക്ക് പൂർണ്ണമായി ഭക്ഷിക്കുന്നതിനോ അത് തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് നൽകുന്നതിനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ആദ്യത്തെ ഗവൺമെൻറ് ഇവിടെ ഉണ്ടായതിന് ശേഷമാണ്, അതായത് ഭൂപരിഷ്കരണ നിയമം നടപ്പിലായതിനു ശേഷമാണ് നമ്മുടെ മലയാളികളുടെ ഭക്ഷണക്രമത്തിൽ കൃത്യമായ ഒരു ജനാധിപത്യം വന്നത്. അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു പാട്ടാണ് നമുക്ക് ഇവിടെ പാടാൻ പോകുന്നത്. വർഷത്തിലെ 12 മാസങ്ങളിൽ അതിനെ 4 വിഭജിക്കുമ്പോൾ 9 മാസം എന്തെങ്കിലുമൊക്കെ കഴിച്ച് ജീവിക്കുകയും, എന്നാൽ ബാക്കി 3 മാസം എങ്ങനെ ജീവിക്കുമെന്നറിയാത്ത ആ ഒരവസ്ഥയെ ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നത് വളരെ പ്രസക്തമാണ്. കായേം ചേനേ മുമ്മാസം, ചക്കേ മാങ്ങേ മുമ്മാസം, താളും തകരെ മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം. കായേം ചേനേ മുമ്മാസം, ചക്കേ മാങ്ങേ മുമ്മാസം, താളും തകരെ മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം.